സ്വാതന്ത്ര്യദിന തലേന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. ജനാധിപത്യത്തിന്റെ ജന്മഭൂമിയാണ് ഇന്ത്യയെന്നും എല്ലാവർക്കും തുല്യനീതിയും അവസരങ്ങളും ഉറപ്പാക്കണമെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ഭീകരതയ്ക്കെതിരായ മനുഷ്യരാശിയുടെ പോരാട്ടത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നും ദ്രൗപദി മുർമു വ്യക്തമാക്കി. അനേക വർഷം നീണ്ട കൊളോണിയൽ ഭരണത്തിന് കീഴിലായിരുന്ന നമ്മുടെ മുൻ തലമുറ സ്വാതന്ത്ര്യം സ്വപ്നം കണ്ടതായി രാഷ്ട്രപതി പറഞ്ഞു. ആ തലമുറയുടെ ത്യാഗസുരഭിലമായ ജീവിതം സ്വപ്നം യാഥാർത്ഥ്യമാക്കി. നിരവധിയായ വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യത്തിലേക്കുള്ള വിജയകരമായ പരിവർത്തനം പൂർത്തിയാക്കി. ഇന്ന് ജനാധിപത്യത്തിൻ്റെ മാതാവായി രാജ്യം യഥോചിതം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഇന്ന് ആത്മവിശ്വാസത്തോടെ സ്വാശ്രയത്വത്തിലേക്ക് കുതിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തമാക്കി. പിന്നാക്കമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന സംസ്ഥാനങ്ങൾ ഇന്ന് പുരോഗതിയുടെ പാതയിൽ മുന്നേറുകയാണ്. വലിയൊരു വിഭാഗം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചു. 6.5% GDP വളർച്ചാ നിരക്കോടെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി. മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലും 4G കണക്ടിവിറ്റി എത്തി. വനിതാ ശാക്തീകരണം കേവലം മുദ്രാവാക്യത്തിലുപരി യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളടക്കം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്ന വിശേഷണം ഉപേക്ഷിക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ശുഭാംശു ശുക്ല നടത്തിയ യാത്ര യുവതലമുറയെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചു. കാശ്മീരിൽ അവധി ആഘോഷിക്കാനെത്തിയ നിരപരാധികളായ പൗരന്മാരെ കൊലപ്പെടുത്തിയത് ഭീരുത്വവും അങ്ങേയറ്റം മനുഷ്യത്വരഹിതവുമായ സംഭവമായിരുന്നു. ഏതു സാഹചര്യത്തിലും രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനായി നമ്മുടെ സായുധ സേന സജ്ജമാണെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചു. मेरा विश्वास है कि ऑपरेशन सिंदूर आतंकवाद के विरुद्ध मानवता की लड़ाई में एक मिसाल के तौर पर इतिहास में दर्ज होगा. വിഭജന ഭീതി സ്മരണ ദിനം ആചരിച്ച കാര്യം രാഷ്ട്രപതി സന്ദേശത്തിൽ പരാമർശിച്ചു. ഭയാനകമായ അക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വിഭജനം മൂലം ദശലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യാൻ നിർബന്ധിതരായ കാര്യം രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. विभाजन के कारण भयावह हिंसा देखी गई और लाखों लोग विस्थापित होने के लिए मजबूर किए गए. വിഭജനത്തിന്റെ നാളുകൾ വിസ്മരിക്കരുതെന്ന് ദ്രൗപദി മുർമു ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്.